നമസ്കാരം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. റെന്റ് കാറുകളുടെ ഉപയോഗത്തിന് മാർഗനിർദ്ദേശങ്ങളുമായി ഗതാഗത വകുപ്പ്. സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുത്താൽ രജിസ്ട്രേഷൻ റദ്ദാക്കും. ഉടമയുടെ കുടുംബാംഗങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാം. പ്രതിഫലം വാങ്ങാൻ പാടില്ല. സ്ഥിരമായി നൽകരുതെന്നും നിർദ്ദേശം. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിൽ നാടകീയ രംഗങ്ങൾ. തമ്മിലടിച്ച് ഭരണ പ്രതിപക്ഷ എംപിമാർ. राहुल गांधी एक एमपी को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया। लकड़ियां लिए हमारे सामने खड़े होते हैं, हमें अंदर नहीं जाने देते हैं और उसके बाद अब ये थोड़ा सा अपना फिर से डिस्ट्रैक्शन करने की कोशिश कर रहे हैं. രാഹുൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ബിജെപി വനിതാ എംപിമാർ. ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമെന്ന് കോൺഗ്രസ്. NSSും രമേശ് ചെന്നിത്തലയും തമ്മിൽ മഞ്ഞുരുകുന്നു. മന്നം ജയന്തിയിൽ മുഖ്യപ്രഭാഷണത്തിന് ക്ഷണം സ്ഥിരീകരിച്ചു ചെന്നിത്തല. ചടങ്ങിലേക്ക് ക്ഷണിച്ചു. സന്തോഷപൂർവ്വം ഞാൻ ചടങ്ങിൽ പങ്കെടുത്തു. അത് എനിക്ക് എന്നെ ക്ഷണിച്ചതിൽ അവരോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. അവസാനമാകുന്നത് 8 വർഷത്തെ അകൽച്ചയ്ക്ക്. റോഡ് അടച്ച് യോഗം നടത്തിയതിൽ വിചിത്രവാദവുമായി എ വിജയരാഘവൻ. കാറിൽ പോകാൻ അവകാശമുള്ളതുപോലെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട്. എല്ലാവരും ഇത്ര വലിയ കാറിൽ പോകണമോ എന്നും ചോദ്യം. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമില്ല, നടന്നു പോയപ്പോഴും. നിരത്തിലെ ഫ്ലെക്സ് ബോർഡുകളിൽ ഹൈക്കോടതി നിർദ്ദേശം നടപ്പാക്കി തുടങ്ങി. NCP പിളർപ്പിലേക്കോ? അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് PC ചാക്കോ. AK ശശീന്ദ്രനെ നീക്കാനുള്ള പാർട്ടി തീരുമാനം LDF അംഗീകരിക്കണമെന്ന് ഔദ്യോഗിക പക്ഷം. മന്ത്രിയെ മാറ്റില്ലെന്ന നിലപാടിൽ CPM നേതൃത്വം. കോതമംഗലത്ത് 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകം. ശ്വാസം മുട്ടിച്ച് കൊന്നത് രണ്ടാനമ്മയെന്ന പോലീസ് നിഗമനം. വെണ്ണലയിലെ അമ്മയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ വെറുതെ വിട്ട അർജുൻ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാനുള്ള തീരുമാനം മാനദണ്ഡങ്ങൾ ലംഘിച്ച്. നീക്കത്തിനെതിരെ പ്രതിപക്ഷം. ഉപകാര സ്മരണയെന്ന് പ്രതിപക്ഷ നേതാവ്. CPI അടക്കമുള്ള ഘടകകക്ഷികൾക്കും അതൃപ്തി. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതിൽ നടപടി തുടങ്ങി. 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തട്ടിയ തുക തിരികെ പിടിക്കും. ക്ഷേമ പെൻഷൻ 1 ഗഡു കൂടി അനുവദിച്ച് ധനവകുപ്പ്. ആന എഴുന്നള്ളത്തിലെ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ സർക്കാരിനെ അറിയിക്കാമെന്നും കോടതി. പൂരപ്രേമികളുടെ വിജയമെന്ന് ദേവസ്വങ്ങൾ. വാർത്തയിലേക്ക് വിശദമായി. സ്വകാര്യ വാഹനങ്ങളുടെയും റെന്റ് കാറുകളുടെയും ഉപയോഗത്തിന് മാർഗനിർദ്ദേശങ്ങളുമായി ഗതാഗത വകുപ്പ്. സ്വകാര്യ വാഹനങ്ങൾ വാടക വാങ്ങി മറ്റു വ്യക്തികൾക്ക് നൽകിയാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വാഹന ഉടമയുടെ കുടുംബാംഗങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാം. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ നൽകാം. എന്നാൽ പ്രതിഫലം വാങ്ങാൻ പാടില്ല. ഇവർക്ക് സ്ഥിരമായി നൽകുന്നതും അനുവദനീയമല്ല. 8 സീറ്റിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഉടമയും കുടുംബാംഗങ്ങളും മാത്രം ഉപയോഗിക്കണം. മോട്ടോർ സൈക്കിളുകൾ വാടകയ്ക്ക് നൽകുന്നതിനും ലൈസൻസ് നിർബന്ധമാക്കിയതായി മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കൊച്ചിയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി കൊച്ചി സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും. 2 വകുപ്പുകളും ചേർന്ന് രാത്രിയും പകലും പരിശോധന നടത്തും. അപകട മേഖല കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ പരിശോധന. എറണാകുളം സിറ്റി മേഖലയിൽ ഓഗസ്റ്റ് 31 വരെയും റൂറൽ ജില്ലയിൽ സെപ്റ്റംബർ 30 വരെയുമുള്ള കണക്കിൽ ഈ വർഷം ഇതുവരെയും മരിച്ചത് 347 പേരാണ്. 5661 പേർക്കാണ് ഈ അപകടങ്ങളിൽ പരിക്കേറ്റത്. മൊത്തം 4226 അപകടങ്ങളാണ് ഇതുവരെയുണ്ടായത്.
പ്രതിദിനം വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾക്ക് പൂട്ടിടാൻ കൊച്ചി സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധന ആരംഭിച്ചു. അമിതവേഗം, മദ്യപിച്ചു വാഹനമോടിക്കൽ, അശ്രദ്ധമായി വാഹനമോടിക്കൽ, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതിരിക്കുക, അമിതഭാരം കയറ്റി സർവീസ് നടത്തുക എന്നിവയ്ക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. ഡ്രൈവർമാരെ സുരക്ഷാബോധമുള്ളവരാക്കി അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ചെക്കിംഗ് പ്രോഗ്രാം മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് 1 മാസത്തേക്ക് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസ്തുത തീരുമാനം എടുത്തിരിക്കുന്നത്. നഗരത്തിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും ഓട്ടോറിക്ഷകളുടെ ഹോൺ മുഴക്കലും മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നതും ഹൈക്കോടതി അടക്കം വിലക്കിയിട്ടും ഇത് പാലിക്കപ്പെടുന്നില്ല. ഈ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് പ്രത്യേക പരിശോധന നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയിട്ട് തല പൊട്ടിച്ചെന്ന ആരോപണവുമായി BJP MP. രാഹുൽ ഗാന്ധിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ആരോപണവുമായി BJP വനിതാ എംപിമാരും രംഗത്തുവന്നു. പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള BJPയുടെ ശ്രമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജനാധിപത്യത്തിന് തന്നെ നാണക്കേടാണ് ഇന്ന് പാർലമെന്റിൽ നടന്ന സംഭവങ്ങൾ. തലയിൽ ചോരയൊലിപ്പിക്കുന്ന മുറിവുമായാണ് ഒറീസയിൽ നിന്നുള്ള BJP MP പ്രതാപ് ചന്ദ്ര സാരംഗി പാർലമെന്റ് മന്ദിരത്തിന് പുറത്തേക്കെത്തിയത്. രാഹുൽ ഗാന്ധി പിടിച്ചുതള്ളി MP തന്റെ ദേഹത്ത് വീണതോടെ താനും വീണതാണെന്നും അങ്ങനെയാണ് തല പൊട്ടിയതെന്നും സാരംഗി. राहुल गांधी एक MP को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया. किसने धक्का मारा? राहुल गांधी ने. हाँ, राहुल गांधी ने धक्का मारा. राहुल गांधी. രാഹുൽ ഗാന്ധി മർദ്ദിച്ചെന്ന ആരോപണവുമായി ഫറൂഖാബാദിൽ നിന്നുള്ള BJP MP മുകേഷ് രജപുതും എത്തി. ഇരുവരെയും റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഉടൻ FIR ഇടണമെന്ന ആവശ്യവുമായി BJP നേതാക്കൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തന്റെ സ്ത്രീത്വത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചെന്ന അതീവ ഗൗരവമുള്ള പരാതിയാണ് രാജ്യസഭാ ചെയർമാന് നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ രാജ്യസഭാംഗം ഫഗ്നോൻ കോന്യാക് നൽകിയത്. तो लीडर ऑफ ऑपोजिशन श्री राहुल गांधी जी बहुत क्लोज प्रॉक्सिमिटी में आके आई ऑल्सो डिड नॉट फील कंफर्टेबल, अच्छा नहीं लगा. फिर वो ही स्टार्टेड शाउटिंग. ये ऐसे नहीं होता है, क्योंकि हम लोग प्रोटेस्ट जब करते साइड में कॉर्डन ऑफ करके सिक्योरिटी पर्सनल से वो जाने के लिए जगह बनाया था, तो हम लोग वहाँ प्रोटेस्ट कर रहा था. वो आके बहुत क्लोज प्रॉक्सिमिटी में वो ऐसे थ्रेटनिंग पोस्ट में പാർലമെന്റിലേക്ക് കയറുന്നതിൽ നിന്നും BJP MPമാർ തന്നെ കായികമായി തടഞ്ഞെന്നും ഭീഷണി മുഴക്കിയെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി താൻ തള്ളിയെന്ന ആരോപണം പൂർണ്ണമായും നിഷേധിച്ചു. ये पार्लियामेंट की एंट्रेंस है, इसमें मैं अंदर जाने की कोशिश कर रहा था, तो बीजेपी के MP जो थे वो मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है. नहीं देखिए हाँ किया है मगर ठीक है कोई मतलब धक्का मुक्की से हमें कुछ होता नहीं है. BJP MPമാർ ഉന്തിലും തള്ളിലും തന്നെ നിലത്തു വീഴ്ത്തിയെന്ന് 82-കാരനായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പരാതിപ്പെട്ടു. ജാപ്പനീസ് അയോധന കലയായ ഐക്കിഡോയിൽ ബ്ലാക്ക് ബെൽറ്റുള്ള രാഹുൽ ഗാന്ധി ഗുണ്ടായിസം കാണിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ആരോപിച്ചു. രാഹുൽ ഗാന്ധി's physical attack against the MPs, it's a condemnable, it is a gross misuse of his anger, his frustration, and the way Rahul Gandhi has treated the parliament and the parliament process, that shows that Rahul Gandhi doesn't believe in democracy. I want to tell Rahul Gandhi, we will see what appropriate action we can take, but he must tender apology to the nation that he has used his physical strength against other MPs. We are not retaliating physically only because we believe in democracy. തെറ്റു തിരിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധി മാപ്പ് പറയുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഗുണ്ടകൾ എന്നാണ് പ്രതിപക്ഷ നേതാക്കളെ വിശേഷിപ്പിച്ചത്. ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച കേന്ദ്രമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് സ്തംഭിച്ചിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് 18. ഡോക്ടർ BR അംബേദ്കറെ അമിത്ഷാ അധിക്ഷേപിച്ചതിലൂടെ BJPയുടെ ഇരട്ട മുഖം വ്യക്തമായെന്ന് മന്ത്രി OR കേളു. ഭരണഘടനയോടും അംബേദ്കറോടും സംഘപരിവാർ പുലർത്തിവരുന്ന അസഹിഷ്ണുതയുടെ പ്രതിഫലനമാണ് അമിത്ഷായിലൂടെ പുറത്തുവന്നത്. സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള ഓരോ പൗരന്റെയും അവകാശത്തെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഒന്നിച്ചണിനിരക്കണമെന്നും OR കേളു പ്രസ്താവനയിൽ പറഞ്ഞു.
മന്നം ജയന്തി ആഘോഷത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ച് NSS. ജനുവരി 2 നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായാണ് ചെന്നിത്തലയ്ക്ക് ക്ഷണം. വർഷങ്ങളായി NSS നേതൃത്വവും ചെന്നിത്തലയും അകൽച്ചയിലായിരുന്നു. NSS ജനറൽ സെക്രട്ടറിയുടെ താക്കോൽ സ്ഥാന പരാമർശവും ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതുമായിരുന്നു അകൽച്ചയ്ക്ക് കാരണം. ഈ അകൽച്ച മാറുന്നതിന്റെ സൂചനയാണ് പുതിയ നീക്കം. തനിക്ക് ക്ഷണമുണ്ടെന്ന് സ്ഥിരീകരിച്ച രമേശ് ചെന്നിത്തല സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും പറഞ്ഞു. ഏതായാലും എന്നെ NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. സന്തോഷപൂർവ്വം ഞാൻ ചടങ്ങിൽ പങ്കെടുക്കും. അത് എനിക്ക് എന്നെ ക്ഷണിച്ചതിൽ അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അല്ല, ഞാൻ അതിനകത്ത് പോസ്റ്റ്മോർട്ടത്തിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും എന്നെ ചടങ്ങിലേക്ക് വിളിച്ചിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അതിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. അങ്ങനെ ഇപ്പം എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരുമായിട്ട് യോജിച്ചു പോകാനുള്ളതാണല്ലോ നമ്മുടെ സമീപനം. റോഡ് അടച്ച് CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് PB അംഗം A. വിജയരാഘവൻ. എല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ? നടന്നു പോയാൽ പോരെ എന്ന് A. വിജയരാഘവൻ ചോദിച്ചു. കാറിൽ പോകാൻ അവകാശമുള്ളതുപോലെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട്. കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിലായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോരെ. എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നുപോയില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാർ പോയപ്പോരെ. ഇവന് ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം സർക്കാർ നടപ്പാക്കി തുടങ്ങിയതോടെ സംസ്ഥാനത്തെ പൊതുനിരത്തുകൾ ഫ്ലെക്സ് വിമുക്തമായി. 18നകം പൊതുനിരത്തുകളിൽ നിന്ന് ഫ്ലെക്സ് നീക്കണമെന്ന സർക്കാർ നിർദ്ദേശം ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും കൃത്യമായി നടപ്പാക്കി. തുടക്കത്തിലെ ആവേശത്തിനപ്പുറം ഈ തുടക്കം നിലനിർത്താനും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പുതിയൊരു മാതൃകയാകും ഇത്. ഇന്നലെ വൈകിട്ട് വരെയായിരുന്നു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സർക്കാർ അനുവദിച്ച സമയം. തലസ്ഥാന നഗരത്തിലടക്കം പൊതുനിരത്തുകളിലെ ഫ്ലെക്സ് നീക്കം കൃത്യമായി നടപ്പിലായി. ഹൈക്കോടതിയുടെ വിരട്ടൽ തിരുവനന്തപുരം നഗരത്തെങ്കിലും ഏറ്റവും എന്ന് പറയണം. AG's ഓഫീസിന്റെ മതിൽ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ള ഈ ഭാഗത്താണ് ഏറ്റവും അധികം ഫ്ലെക്സ് ബോർഡുകൾ സാധാരണ ഉണ്ടാകാറുള്ളത്. രാജഭരണകാലത്തെ ബ്രിട്ടീഷ് ഭരണകാലത്തേക്കുള്ള മനോഹരമായ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഈ ഭാഗം ഇപ്പോഴാണ് എത്രയോ മാസങ്ങൾക്ക് ശേഷം പക്ഷേ ഇവിടെ നിന്നാൽ നമുക്ക് കാണാനാകുന്നത്. ഫ്ലെക്സ് ബോർഡുകളുടെ അതിപ്രസരം മൂലം ഏറ്റവും പൊറുതിമുട്ടിയ നഗരമാണ് തിരുവനന്തപുരം. എന്തിനും ഏതിനും ഫ്ലെക്സ് ബോർഡുകൾ. നഗരത്തിന്റെ പ്രധാന ഇടങ്ങളെല്ലാം ഫ്ലെക്സ് വിമുക്തമായി. സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് നഗരമേഖലകളിലും ഇത് വ്യത്യസ്ത കാഴ്ചയാണ്. പൊതു ഇടത്തു നിന്നും നീക്കിയ ഫ്ലെക്സുകൾ ഇനി എങ്ങനെ സംസ്കരിക്കുമെന്നതായിരിക്കും വെല്ലുവിളി. ഈ ഒരു ഉത്തരവ് അത് ഭൂരിഭാഗം നടപ്പായി എന്നാണ് കൊച്ചി കോർപ്പറേഷൻ റവന്യൂ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഫ്ലെക്സുകളും അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളും ബാനറുകളും എല്ലാം ഒരുവിധം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നീക്കം ചെയ്യുന്ന ബോർഡുകളുടെ എണ്ണവും ഈടാക്കിയ പിഴത്തുകയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും ക്രോഡീകരിക്കാൻ സോണൽ ഓഫീസർക്കും ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരുകയും ചെയ്യും. പാലക്കാടിന്റെ നഗരമേഖലകളിലും ഫ്ലെക്സ് പൂർണ്ണമായി നീക്കം ചെയ്തു. സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ നടപടി നേരിടേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മലപ്പുറം നഗരസഭയിലെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ്. ഇത്തരത്തിൽ പാതയോരങ്ങളിലുള്ള എല്ലാ ബോർഡുകളും നഗരസഭ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയമായ മാനാഞ്ചിറ സ്ക്വയറിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒറ്റ ഫ്ലെക്സ് പോലും കാണാനില്ല എന്നതാണ് വാസ്തവം. ഇവിടെ നിരന്ന് ഫ്ലെക്സുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഒറ്റ ഫ്ലെക്സ് പോലും നമ്മൾ ഈ കാഴ്ചയിൽ ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ കാണാൻ കഴിയുന്നില്ല. ഹൈക്കോടതിയുടെ തുടർച്ചയായ ഇടപെടലാണ് പൊതുനിരത്തുകളിലെ ഫ്ലെക്സ് നീക്കലിന് വഴിയൊരുക്കിയത്. ചില ഇടങ്ങളിലുണ്ടായ പാളിച്ചകൾ ഒഴിവാക്കിയാൽ സർക്കാരും നിർദ്ദേശം കൃത്യമായി നടപ്പിലാക്കി. ന്യൂസ് ബ്യൂറോസ്, ന്യൂസ് 18. മന്ത്രി മാറ്റമെന്ന ആവശ്യം AK ശശീന്ദ്രനും CPM-ഉം തള്ളിയതോടെ കടുത്ത നീക്കത്തിനൊരുങ്ങി PC ചാക്കോ വിഭാഗം. മന്ത്രിയെ പിൻവലിക്കാൻ നിർബന്ധിതനാക്കരുതെന്നാണ് ശശീന്ദ്രന് ചാക്കോയുടെ മുന്നറിയിപ്പ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് മുന്നണി നേതൃത്വത്തോട് വീണ്ടും ആവശ്യപ്പെടാനും തീരുമാനമുണ്ട്. അതേസമയം ശശീന്ദ്രനെ മാറ്റേണ്ട ആവശ്യമില്ലെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ CPM സംസ്ഥാന നേതൃത്വം അറിയിച്ചു. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും മന്ത്രിമാറ്റത്തോട് അനുകൂലമായി പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയും അതിനൊപ്പം നിൽക്കുന്ന മന്ത്രി ശശീന്ദ്രനും തന്നെ അപമാനിച്ചെന്ന വികാരമാണ് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്ക്. പാർട്ടി പറയുന്നയാളെ മന്ത്രിയാക്കുകയാണ് മുന്നണിയും മുഖ്യമന്ത്രിയും ചെയ്യേണ്ടത്. ദേശീയ നേതൃത്വത്തിന്റെ കൂടി ആവശ്യപ്രകാരമാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന
നിലപാട് മുഖ്യമന്ത്രി അറിയിച്ചത്. അത് അംഗീകരിക്കാത്തത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നും ചാക്കോ വിഭാഗം പറയുന്നു. പാർട്ടി പറഞ്ഞാൽ രാജിവെക്കാൻ തയ്യാറാണ്, പക്ഷേ പകരം മന്ത്രിയെ കിട്ടുമെന്ന ഉറപ്പ് ചാക്കോ വാങ്ങിയെടുക്കണമെന്ന് ആവർത്തിക്കുകയാണ് AK ശശീന്ദ്രൻ. CPM-നൊപ്പം ചേർന്ന് ശശീന്ദ്രനും പാർട്ടിയെ വെല്ലുവിളിച്ചാൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും ചാക്കോ വിഭാഗം നൽകിയിട്ടുണ്ട്. മന്ത്രിയെ പിൻവലിക്കുന്നതായി അറിയിച്ച് പാർട്ടി കത്ത് നൽകിയാൽ ശശീന്ദ്രന് മുന്നിൽ മറ്റു വഴികളുണ്ടാകില്ല. രാജിവച്ചില്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടും. അതിന് നിർബന്ധിതനാക്കരുതെന്നാണ് ചാക്കോയുടെ മുന്നറിയിപ്പ്. എന്നാൽ ചാക്കോ ആവശ്യപ്പെട്ടാലും അത്തരമൊരു നീക്കത്തിന് ശരത് പവാർ കൂട്ടുനിൽക്കില്ലെന്ന് ശശീന്ദ്രൻ വിഭാഗം ഉറപ്പിക്കുന്നു. ഇതോടെ പാർട്ടിയിലെ കടുത്ത ഭിന്നത മറ്റൊരു പിളർപ്പിലേക്ക് കൂടി NCPയെ നയിക്കുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോതമംഗലം നെല്ലിക്കുഴിയിൽ താമസിക്കുന്ന 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന സ്ഥിരീകരണം. UP സ്വദേശി അജാസ് ഖാന്റെ മകൾ മുസ്കാനെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. രണ്ടാനമ്മയാണ് കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കോതമംഗലം നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപം UP സ്വദേശിനിയായ 6 വയസ്സുകാരിയെ രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ലെന്നും പരിശോധിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നില്ലെന്നും കുടുംബം പറയുന്നു. കഴിഞ്ഞ രാത്രി അജാസ് ഖാനും ഭാര്യയും ഒരു മുറിയിലും മരിച്ച മുസ്കാനും ഇളയ കുട്ടിയും മറ്റൊരു മുറിയിലുമായിരുന്നു ഉറങ്ങാൻ കിടന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുട്ടി മരിച്ചു കിടക്കുകയായിരുന്നുവെന്ന് പിതാവ് അജാസ് ഖാൻ പറഞ്ഞു. പിന്നാലെ പഞ്ചായത്ത് മെമ്പറെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. പുതുപ്പാലത്തിങ്ങ താമസിക്കുന്ന അജാസ് ഖാന്റെ മോളാണ്. ഇവിടെ രാവിലെ അവർ എണീറ്റപ്പോൾ ബെഡ്റൂമിൽ കുഞ്ഞുങ്ങൾ 2 പേരും ആയിട്ട് ഒരു ബെഡ്റൂമിലും അവർ 2 പേരും ഭാര്യയും ഭർത്താവ് ഒരു ബെഡ്റൂമിലുമായിട്ടാണെന്നാണ് അജാസ് ഖാൻ പറഞ്ഞത്. രാവിലെ എണീച്ചപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് അതിന്റെ നടപടികൾ നടക്കുകയാണ്. മറ്റു വിവരങ്ങളൊക്കെ പോലീസിനാണ് അറിയാവുള്ളൂ എന്താണെന്നുള്ളത്. കോതമംഗലം പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത്. ന്യൂസ് 18 കോതമംഗലം. കൊച്ചി വെണ്ണലയിൽ അമ്മയെ മകൻ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ്. മകൻ പ്രദീപിനെ പാലാരിവട്ടം പോലീസ് വിട്ടയച്ചു. പുലർച്ചെ വെണ്ണലയിലെ വീട്ടുമുറ്റത്ത് പ്രദീപ് കുഴിയെടുക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പാലാരിവട്ടം പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ഇതിനിടെ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മദ്യലഹരിയിലായിരുന്നു പ്രദീപ്. പ്രമേഹ രോഗിയായ അമ്മ മരിച്ചതിനെ തുടർന്ന് താൻ മറവു ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രദീപ് പോലീസിന് നൽകിയ മൊഴി. ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മദ്യലഹരിയിലായിരുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികതകളൊന്നും കണ്ടെത്താനായില്ല. ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ കണ്ടെത്തിയിട്ടില്ല. കുറ്റകൃത്യമൊന്നും ചെയ്യാത്തതിനാൽ കസ്റ്റഡിയിലെടുത്ത പ്രദീപിനെ പോലീസ് ഉടൻ വിട്ടയച്ചു. ന്യൂസ് 18 കൊച്ചി. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. 10 ദിവസത്തിനകം കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരാകാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. കീഴടങ്ങിയില്ലെങ്കിൽ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എറണാകുളം കാക്കനാട് മെട്രോ നിർമ്മാണ സ്ഥലത്ത് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ടിപ്പർ ഡ്രൈവർ ആലുവ സ്വദേശി അഹമ്മദ് നൂറാണ് മരിച്ചത്. ഹിറ്റാച്ചി പുറകോട്ടെടുത്തപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. അഹമ്മദ് നൂർ മരിക്കാനിടയായ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്ന് KMRL അറിയിച്ചു. മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കും. അന്വേഷണത്തിനും ആവശ്യമായ സഹായം നൽകും. ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും KMRL അറിയിച്ചു. ഇടുക്കി ചേലച്ചുവടിൽ ടിപ്പർ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പെരിയാർ വാലി സ്വദേശി എൽസയാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് നടന്നു പോകുന്നതിനിടെ എൽസയെ ടിപ്പർ ഇടിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും. കൊടുവള്ളിയിലെ 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർത്തിയ MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഡിലീറ്റ് ചെയ്ത വീഡിയോകളുടെ വിവരങ്ങൾക്കായി കൊടുവള്ളി പോലീസ് മെറ്റയെ സമീപിച്ചു.
വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണം അധ്യാപകരിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർത്തിയതായി ആരോപണമുയർന്ന MS സൊല്യൂഷൻസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മുൻപ് MS സൊല്യൂഷൻസിനെതിരെ പരാതി നൽകിയ അധ്യാപകരുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. സർക്കാർ അധ്യാപകർ അവധിയെടുത്ത് ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. MS സൊല്യൂഷൻസിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് CPM അനുഭാവമുള്ള അധ്യാപകരാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ ചോദ്യപേപ്പറിന് പിന്നിൽ ഒരു മാഫിയ, ആ മാഫിയയിൽ അടുത്ത് പടർന്നു വരുന്ന ട്യൂഷൻ സെന്ററിനും CPM നേതാക്കൾക്കും വിദ്യാഭ്യാസ വകുപ്പിലെ ഇടതുപക്ഷ അനുകൂലികളായ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരു മാഫിയാണ് ഇതിന്റെ പിന്നിൽ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് KSU നടത്തിയ DPI ഓഫീസ് മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്ത വീഡിയോകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കൊടുവള്ളി പോലീസ് മെറ്റയ്ക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് വീഡിയോകളിൽ അശ്ലീല പരാമർശങ്ങൾ ഉള്ളതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ സർവകലാശാലയിലെ BBA 1ാം വർഷ ഫലം ചോർന്നെന്ന ആരോപണം. പ്രഖ്യാപനത്തിന് മുൻപേ ഫലം ചോർന്നെന്ന് KSU ആരോപിച്ചു. സർവകലാശാല ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഫലം പ്രചരിക്കുന്നുവെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി തുടങ്ങിയപ്പോൾ സസ്പെൻഷനിലായവരിൽ അധികവും തുച്ഛമായ വേതനം പറ്റുന്ന താൽക്കാലിക ജീവനക്കാർ. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിരുന്ന മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിൽ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയവരിൽ 90% താൽക്കാലിക വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്വീപ്പർമാരാണ്. ഇവർക്കെതിരെയും നടപടി തുടങ്ങി. മൃഗസംരക്ഷണ വകുപ്പിലെ ഒരു മൃഗഡോക്ടർ അടക്കം 72 പേരുടെ പട്ടികയാണ് ധനവകുപ്പ് നൽകിയത്. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയിലേക്ക് സർക്കാർ കടന്നു. ആദ്യഘട്ടത്തിൽ പണി തെറിച്ചത് കൃഷി വകുപ്പിന് കീഴിൽ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥരുടെ. ഇതിൽ 4 പേർ താൽക്കാലിക വേതനത്തിൽ സ്വീപ്പർമാരായി ജോലി ചെയ്യുന്നവർ. കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങിയ പണം തിരികെ പിടിക്കാനുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. 18% പലിശയടക്കമാണ് പണം തിരിച്ചുപിടിക്കുക. മറ്റു വകുപ്പുകളും നടപടി വേഗത്തിലാക്കി. മൃഗസംരക്ഷണ വകുപ്പിലെ ഒരു മൃഗഡോക്ടർ അടക്കം 72 പേരുടെ പട്ടികയാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിലും പെൻഷൻ കൈപ്പറ്റിയതിൽ ഭൂരിഭാഗവും പാർട്ട് ടൈം സ്വീപ്പർമാരാണ്. ധനവകുപ്പിന്റെ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് അണ്ടർ സെക്രട്ടറിയെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. ഒരാഴ്ചയ്ക്കകം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ എല്ലാ ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ ധനകാര്യ വകുപ്പ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ക്രിസ്മസ് പ്രമാണിച്ച് ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു കൂടി അനുവദിച്ച് ധനവകുപ്പ്. തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങും. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ആനയെഴുന്നള്ളത്തിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. 2012 ചട്ടങ്ങൾ പാലിച്ച് ആനകളെ എഴുന്നള്ളിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഹൈക്കോടതി മാർഗരേഖകൾ അപ്രായോഗികമാണെന്നും ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഹൈക്കോടതിക്ക് എങ്ങനെ കഴിയുമെന്നും സുപ്രീംകോടതി ചോദിച്ചു. ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് ആശ്വാസം. എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. 2012 ചട്ടങ്ങൾ പ്രകാരം ആന എഴുന്നള്ളിപ്പിന് കൃത്യമായ മാർഗരേഖയുണ്ട്. അതനുസരിച്ച് എഴുന്നള്ളിപ്പ് നടത്താം. ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. ആവശ്യമായ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ സർക്കാരിനെ അറിയിക്കാമെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം,
ആനയും ആൾക്കാരും തമ്മിൽ 8 മീറ്റർ അകലം, പകൽ 9 മുതൽ 5 വരെ എഴുന്നള്ളിപ്പ് ഒഴിവാക്കണം. ഹൈക്കോടതി മാർഗരേഖയിലെ ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമാണോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. കേരളം ഹിമാലയത്തിലല്ല, അവിടെ സ്വാഭാവികമായും ചൂടുണ്ടാകുമെന്നും മൃഗസ്നേഹികളുടെ വാദങ്ങൾക്ക് ജസ്റ്റിസ് BV നാഗരത്ന മറുപടി നൽകി. പൂരപ്രേമികളുടെ വിജയമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. എല്ലാ ആഘോഷങ്ങളും, ആന എഴുന്നള്ളിപ്പുള്ള എല്ലാ ആഘോഷങ്ങളും അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരുടെ വിജയമാണ് ഇത്. ഇത് ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ഇത് മനസ്സിലാക്കുകയും ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരാവശ്യമാണ്, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരാവശ്യമാണ് എന്നുള്ളതിന് ഏറ്റവും ഉത്തമ തെളിവാണ് ഇന്ന് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ ലഭിക്കല്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുന്നു. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു. ഔദ്യോഗിക ടിവിയിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുവി, ലോകം പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു വാർത്തയാണ് വരുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് ആദ്യമായി പുടിൻ വ്യക്തമാക്കുന്ന സാഹചര്യം. ഒരു അനുനയ ശ്രമം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? രേണുക, ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മധ്യേഷ്യയിൽ സമാധാനം പുലരുന്നതിനുള്ള സൂചനകൾ നൽകുന്നതാണ് പുടിന്റെ വാക്കുകൾ. പുടിൻ പറഞ്ഞിരിക്കുന്നത് യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മധ്യസ്ഥം വഹിക്കുക ട്രംപ് ആണെങ്കിൽ ട്രംപുമായി സംസാരിക്കാൻ തയ്യാറാണ്. അതിന് മറ്റു നിബന്ധനകളൊന്നും തന്നെ പുടിൻ വെച്ചിട്ടില്ല. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. നേരത്തെ ഈ പുടിൻ അധികാരത്തിലേറിയ ഇതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ സ്റ്റേറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഒരു കോംപ്രമൈസിന് തയ്യാറാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പുടിൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെല്ലാം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് മരിച്ചത്. വലിയ പ്രതിരോധം, അതായത് റഷ്യ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു പ്രതിരോധമാണ് യുക്രൈൻ റഷ്യയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, റഷ്യൻ സേനയുടെ 2 പ്രഗത്ഭരെയാണ് കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നത്. ഈ ഒരു കാരണങ്ങൾ കൂടി ഇതിന് പിന്നിൽ ഉണ്ടാകാം എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ട്രംപിന്റെ പ്രചരണ വേളയിൽ തനിക്ക് അധികാരത്തിലെത്തിയാൽ ഒരു ദിവസത്തിനകം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് പുടിൻ ചൂണ്ടിക്കാട്ടുന്നത് യാതൊരു തരത്തിലുള്ള ഒരു ആശയവിനിമയവും ട്രംപുമായി ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച ഇവർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് പുടിൻ പറയുകയും പക്ഷേ ഇങ്ങനെ ഒരു സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ട്രംപിന്റെ നേതൃത്വം അല്ലെങ്കിൽ ട്രംപിന് അവകാശപ്പെടാൻ പറ്റുന്ന, അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുമോ? നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് കടന്നു പോവുക സാധ്യമല്ല രേണുക. നേരത്തെ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പ്രചാരണ വേളയിൽ താൻ ഒറ്റ ദിവസം കൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നതാണ് റഷ്യൻ പ്രസിഡന്റിൻ്റേത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തി എന്ന് സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ആ വാർത്തകളൊന്നും തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ട്രംപിന്റെ മധ്യസ്ഥത്തിൽ ഇത് പരിഹരിക്കാൻ തയ്യാറാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് ഉയരുന്നത്. ഇതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും വെക്കുന്നില്ല. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. റഷ്യ എന്താണ് ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ റഷ്യ എന്താണ് ലക്ഷ്യം കണ്ടിരുന്നത്, ആ ലക്ഷ്യം ഇപ്പോൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ഏതാണ്ട് അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്ന സൂചനകൾ നൽകുന്ന വാക്കുകളാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. റഷ്യയ്ക്ക് വലിയൊരു എതിരാളിയാകില്ല യുക്രൈൻ എന്നാണ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ
സാഹചര്യത്തിലെല്ലാം തന്നെ കരുതിയിരുന്നത് എങ്കിൽ വലിയ പ്രതിരോധമാണ് യുക്രൈൻ സൃഷ്ടിച്ചിരുന്നത്. വലിയ തോതിലുള്ള പ്രത്യാക്രമണങ്ങൾ യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 2 പ്രഗത്ഭർ ആയുധ പരിശീലനം നൽകുന്ന ഒരാൾ, ഒപ്പം തന്നെ ലഫ്റ്റനന്റ് കേണൽ, ഇങ്ങനെ 2 പേരാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് മരിക്കുകയുണ്ടായത്. ഇവർ 2 പേരും തന്നെ പുടിൻ്റെ വിശ്വസ്തരുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കണം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പിന്മാറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്ന തരത്തിലുള്ള വാക്കുകൾ പുറത്തു വന്നത് എന്ന് പറയാം. നേരത്തെ ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര രാജ്യങ്ങളെല്ലാം തന്നെ ഇടപെട്ടിട്ടും ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പുടിൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ റഷ്യ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കൂടെ നേതൃത്വത്തിലുള്ള അനുരണന ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയായിരിക്കണം പുടിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം വന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വാർഷിക ചോദ്യോത്തര വേളയിലാണ് ഇത്തരം ഒരു സാധ്യത പുടിൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ട്രംപിന്റെ മേൽക്കൈയിൽ ഇത്തരമൊരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തുകയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചും അത് വലിയ നേട്ടമായി മാറും. എന്തായാലും യുക്രൈൻ നടപടി കടുപ്പിക്കുകയും 2 പ്രമുഖ സേനാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പുടിൻ്റെ ഇങ്ങനെയൊരു പരാമർശം വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ക്യാൻസർ രോഗത്തെ ഭേദമാക്കാൻ വാക്സിൻ കണ്ടെത്തി റഷ്യ. ഓരോ രോഗികൾക്കും അവരുടെ ശരീരത്തിലെ ക്യാൻസർ കോശത്തിന്റെ സ്വഭാവം അനുസരിച്ച് പ്രത്യേകമായി വാക്സിൻ നിർമ്മിച്ചു നൽകാവുന്ന സംവിധാനമാണ് റഷ്യ വികസിപ്പിച്ചിരിക്കുന്നത്. വാക്സിൻ സൗജന്യമായിരിക്കുമെന്നാണ് പ്രഖ്യാപനം. രാജ്യത്ത് ക്യാൻസർ രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് റഷ്യ നിർണായകമായ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ഒരു മരുന്ന് നിർമ്മിച്ച് എല്ലാവർക്കും നൽകുന്ന തരത്തിലല്ല റഷ്യ ക്യാൻസർ വാക്സിൻ വികസിപ്പിക്കുന്നത്. ഓരോ രോഗികളുടെയും ക്യാൻസർ കോശത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് ആ കോശത്തെ നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വാക്സിൻ നിർമ്മിക്കുന്നതാണ് രീതി. mRNA എന്നാണ് ഈ വാക്സിന്റെ പേര്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ചുരുങ്ങിയ സമയം കൊണ്ട് വാക്സിൻ തയ്യാറാക്കാനാകും. ഒരു ഡോസിന് $2,869 വില വരുന്ന വാക്സിൻ സൗജന്യമായിട്ടാണ് റഷ്യ രാജ്യത്തെ രോഗികൾക്ക് വിതരണം ചെയ്യാൻ പോകുന്നത്. 2025 ആരംഭത്തിൽ തന്നെ വാക്സിൻ രോഗികളിലേക്ക് എത്തിക്കാനാകുമെന്നാണ് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം കണക്കുകൂട്ടുന്നത്. mRNA വാക്സിന് ക്യാൻസർ കോശത്തെ നശിപ്പിക്കാൻ കഴിയും, എന്നാൽ രോഗം വരാതെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. 2022 മാത്രം 6,35,000 ക്യാൻസർ കേസുകളാണ് റഷ്യയിൽ റിപ്പോർട്ട് ചെയ്തത്. കോളൻ ക്യാൻസർ, ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നിവയാണ് രാജ്യത്ത് കൂടുതലായും കണ്ടുവരുന്നത്. വാക്സിൻ വിജയകരമായാൽ ക്യാൻസർ രോഗത്തെ തുടച്ചു നീക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് റഷ്യ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 5 ഭീകരർ കൊല്ലപ്പെട്ടു. 2 സൈനികർക്ക് പരിക്കേറ്റു. കുൽഗാമിലെ കദേറിലായിരുന്നു ഏറ്റുമുട്ടൽ. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ജമ്മുകാശ്മീർ പോലീസും നടത്തിയ പരിശോധനയിലാണ് തീവ്രവാദികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മരിച്ച ഭീകരരുടെ വിവരം പുറത്തുവിട്ടിട്ടില്ല. പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കി. ഇന്നലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അമോഹിയിൽ പരിശോധനയിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഇന്ത്യൻ തീർത്ഥാടകരുടെ കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുന്നതിന് ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായി. ചൈന ഇന്ത്യ അതിർത്തി പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേക പ്രതിനിധികളുടെ യോഗം ബീജിംഗിൽ ചേർന്നിരുന്നു. യോഗത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനം. നദീജല വിനിയോഗത്തിൽ പരസ്പര സഹകരണത്തിനും നാഥുല അതിർത്തിയിൽ വ്യാപാരം പ്രോത്സാഹിപ്പിക്കാനും ഇരുവിഭാഗവും സമ്മതിച്ചു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രത്യേക പ്രതിനിധികളുടെ യോഗം നടന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. അടുത്ത റൌണ്ട് യോഗം ഇന്ത്യയിൽ നടത്താൻ അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യ ഓഫീസ് ഡയറക്ടർ വാങ് യിയെ ക്ഷണിച്ചു. ഇന്നലെ മുംബൈയിലുണ്ടായ ബോട്ട് അപകടത്തിൽ നാവികസേനയും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും പ്രത്യേകം അന്വേഷണം തുടങ്ങി. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ സ്പീഡ് ബോട്ട് മുംബൈയിൽ യാത്രാ ബോട്ടിലിടിച്ചാണ് 13 പേർ മരിച്ചത്. മരിച്ചവരിൽ 2 കുട്ടികളും 4 സ്ത്രീകളും ഒരു നാവികസേനാ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. എഞ്ചിൻ പരീക്ഷണത്തിനിടെ നാവികസേനയുടെ സ്പീഡ് ബോട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് നീൽകമൽ എന്ന സ്വകാര്യ ഫെറിയിലിടിച്ചാണ് അപകടം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരം 3:55 അപകടം. 3 വയസ്സുള്ള മഹിയും 8 വയസ്സുള്ള മിഥുവും ഉൾപ്പെടെ 13 പേരുടെ ജീവനെടുത്തു സംഭവം. നാവികസേന ബോട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മഹേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഒറിജിനൽ എക്യുപ്മെന്റ്സ് മാനുഫാക്ചറേഴ്സ് എന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥരായ പ്രവീൺ ശർമ്മ, മങ്കേഷ് എന്നിവരും മരിച്ചു. 102 പേരെ രക്ഷപ്പെടുത്തി.
20 കുട്ടികളും നിരവധി സ്ത്രീകളും യാത്ര ചെയ്ത ഫെറി ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫന്റ ദ്വീപിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്നു ഫെറി. നാവികസേനാ ബോട്ടിൽ 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 പേരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ നൽകും. ഇതുകൂടാതെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാരും 5 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി. കോബാല പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നാവികസേനയും സംഭവം വിശദമായി പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇടവേള. വാർത്തകൾ തുടരുന്നു. IPS ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാനുള്ള സർക്കാർ തീരുമാനം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് അജിത് കുമാറിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകിയാണ് DGP-ആക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത്. വിവാദ ഉദ്യോഗസ്ഥനെ ഉയർന്ന പദവിയിലേക്ക് പരിഗണിച്ചതിൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കടുത്ത എതിർപ്പുണ്ട്. സർക്കാർ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഉപകാരസ്മരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. IPS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണിത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആരെയൊക്കെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കരുത്? ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ: സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ആരോപണമുയർന്ന് സ്ഥാനചലനമുണ്ടായ വ്യക്തിയാണ് അജിത് കുമാർ. പൂരവിവാദത്തിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അജിത് കുമാറിനെതിരെ പ്രാഥമിക അന്വേഷണം നടക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെ വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും? പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനുമേൽ ഉദ്യോഗസ്ഥർ മുമ്പ് അപ്രീതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കണം. പൂരവിവാദത്തിൽ പോലീസ് മേധാവി അവിശ്വാസം രേഖപ്പെടുത്തിയ അജിത് കുമാറിനെ പരിഗണിക്കുന്നതിന് ഇത് തടസ്സമായില്ല. ഇതടക്കം MR അജിത് കുമാറിന് വെല്ലുവിളിയാകുന്ന നിരവധി നിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറുന്ന പട്ടിക സർക്കാരിന് അംഗീകരിക്കാനോ തള്ളാനോ വ്യവസ്ഥയുണ്ട്. തീരുമാനം നീട്ടിവെക്കാനും സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ അജിത് കുമാറിന് DGP പദവി നൽകാൻ സർക്കാരിന് ഇതൊന്നും തടസ്സമായില്ല. അതായത് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ കേന്ദ്രങ്ങളിൽ പ്രത്യേക താൽപര്യം പ്രകടമായെന്ന് വ്യക്തം. വിവാദ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകിയത് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവച്ചിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ തർക്കമില്ലെന്ന് മന്ത്രി GR അനിൽ. അത് വേറെ വഴിക്ക് നടക്കുക. പാർട്ടി സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുക. മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇത് ക്യാബിനറ്റിന്റെ യുനാനിമസായ തീരുമാനമാണ്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്കില്ല. അജിത് കുമാറിനെ DGP-ആക്കാനുള്ള തീരുമാനത്തിൽ ചട്ടലംഘനമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അജിത് കുമാറിനോട് ഉപകാരസ്മരണ കാട്ടിയതാണെന്ന് VD സതീശൻ വിമർശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മാസപ്പടി കേസിലെ PV പിണറായി വിജയനെന്ന് തെളിഞ്ഞുവെന്ന് മാത്യു കുഴൽനാടൻ MLA. പ്രമുഖ നേതാവിന്റെ ശുപാർശയുണ്ടായിരുന്നു എന്നാണ് SFIOയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. കേസിൽ വീണ വിജയന് പിന്തുണയുമായി ആദ്യം എത്തിയത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു. ഇപ്പോൾ CPM നിലപാട് എന്തെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. ബലാത്സംഗ കേസിൽ മോൻസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു. എറണാകുളം പോക്സോ കോടതിയുടേതാണ് നടപടി. മാനേജറായിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയെന്നാണ് കേസ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി തന്റെ മൊഴിയെടുത്തതാണെന്ന് പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിനെതിരെ 4 ബലാത്സംഗ കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു കേസിൽ നേരത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മോൻസൺ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. മോൻസന്റെ മാനേജറായി ജോലി ചെയ്തിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയെന്ന കേസിലാണ് ഇയാളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പരാതിക്കാരി മൊഴി മാറ്റിയിരുന്നു. മോൻസനെതിരായ തട്ടിപ്പു കേസുകൾ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് മൊഴി നൽകിയതെന്ന് പരാതിക്കാരി നിലപാടെടുത്തതോടെയാണ് കേസ് ദുർബലമായത്. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തിയാണ് കോടതി മോൻസനെ കുറ്റവിമുക്തനാക്കിയത്. നേരത്തെ മറ്റൊരു പോക്സോ കേസിൽ മോൻസൺ മാവുങ്കലിനെ കോടതി വെറുതെ വിട്ടിരുന്നു. വീട്ടുവേലക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചെന്ന കേസിലായിരുന്നു പെരുമ്പാവൂർ പോക്സോ കോടതിയുടെ നടപടി. 1-ാം പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം അറിഞ്ഞിട്ടും ഇക്കാര്യം മറച്ചുവെച്ചു എന്നായിരുന്നു മോൻസനെതിരെയുള്ള ആരോപണം. പ്രേരണാ കുറ്റമാണ് 2-ാം പ്രതിയായ മോൻസനെതിരെ ചുമത്തിയിരിക്കുന്നത്.
കേസിലെ 1-ാം പ്രതി ജോഷി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചിരുന്നു. പുരാവസ്തു തട്ടിപ്പുകളടക്കം 16 കേസുകളാണ് മോൺസിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 പോക്സോ കേസുകളാണ്. ഇതിൽ ആദ്യ കേസിലാണ് നേരത്തെ ശിക്ഷിക്കപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകി. പരാതികൾ നോഡൽ ഓഫീസർമാർക്ക് കൈമാറാമെന്ന് കോടതി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്തവർക്കും SITക്ക് പരാതി നൽകാം. പുതിയ പരാതികൾ നോഡൽ ഓഫീസർക്ക് മുന്നിൽ ജനുവരി 31 വരെ നൽകാമെന്നും ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് നടി രഞ്ജിനിയും ആവശ്യവുമായി കോടതിയെ സമീപിച്ചു. നടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇടവേള ബാബുവിനെതിരായ കേസിൽ സ്റ്റേ നീട്ടി. ഹൈക്കോടതിയുടേതാണ് നടപടി. സിനിമയിൽ അവസരവും അമ്മയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗിക താൽപര്യത്തോടെ ഇടപെട്ടുവെന്നാണ് പരാതി. തുടർ നടപടികൾ കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേയാണ് ഇപ്പോൾ നീട്ടിയത്. മീന ഗണേഷിന് വിട ചൊല്ലി കലാകേരളം. അരങ്ങൊഴിഞ്ഞത് 200ഓളം മലയാള സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ്. ഷൊർണൂരിലെ വസതിയിൽ നടന്ന പൊതുദർശനത്തിൽ സിനിമാ സാംസ്കാരിക മേഖലയിലെയും പൊതുസമൂഹത്തിലെയും പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഒരു ചിത്രത്തിൽ ചിരിപ്പിക്കും, മറ്റൊരു ചിത്രത്തിൽ നൊമ്പരപ്പെടുത്തും. അങ്ങനെ 200ഓളം ചിത്രങ്ങൾ. പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ച മീന ഗണേഷ് വിട്ടുപിരിയുമ്പോൾ നഷ്ടമാകുന്നത് കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് ഞെട്ടിച്ച അതുല്യ പ്രതിഭയാണ്. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞാ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കോ. തീ വെറുതെ അങ്ങോട്ട് പിടിക്കോ? പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക. പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക. ചെമ്പെടുത്ത് കിണറ്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. 1942 പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് മീന ഗണേഷിന്റെ ജനനം. ആദ്യകാല തമിഴ് നടൻ KP കേശവന്റെ മകളാണ്. കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെ സ്കൂൾ പഠനകാലത്ത് നാടകരംഗത്തെത്തി. 19-ാം വയസ്സിലാണ് ആദ്യ നാടകത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് നിരവധി നാടകസമിതിയിൽ മീന ഭാഗമായി. 1971 പ്രശസ്ത നാടകരചയിതാവും സംവിധായകനും നടനുമായ AN ഗണേഷിനെ വിവാഹം ചെയ്യുന്നത്. തുടർന്ന് മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടകസമിതി ആരംഭിച്ചു. നാടകത്തിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് പോയ മീന 1976 പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയെങ്കിലും 1991 മുഖചിത്രം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. തുടർന്ന് സിനിമയിൽ സജീവമായി മാറി. 200-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മീന വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ബാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ, പുനരധിവാസം തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ്, സംഗീത എന്നിവരാണ് മക്കൾ. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ജീവിച്ച് മതിയായി എന്നും രാത്രി ഉറങ്ങുമ്പോൾ തന്നെ രാവിലെ എണീക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതെന്ന് മീന പറഞ്ഞിരുന്നു. ജീവിതം അത്രമേൽ മടുത്തിരുന്ന ഒരു ഘട്ടത്തിലേക്ക് മീന എത്തിയിരുന്നു. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സഹായിച്ചേനെയെന്ന് മീന അവസാന നാളുകളിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോന്നി വാഹനാപകടത്തിൽ മരിച്ചവർക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. 4 പേരുടെയും സംസ്കാരം പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്നു. പള്ളി പാരിഷ് ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൊച്ചിയിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കുട്ടികൾ എത്തുന്നതിന് മുൻപായതിനാൽ വൻ അപകടം ഒഴിവായി. കണ്ടനാട് JB സ്കൂളിന്റെ 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ തകർന്നു വീണത്. വൻ ദുരന്തത്തിൽ നിന്നാണ് അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെട്ടത്. അങ്കണവാടിയിൽ ആകെ 11 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾ എത്തുന്നതിന് മുൻപ് ക്ലാസ് മുറികൾ വൃത്തിയാക്കുകയായിരുന്ന ആയ കെട്ടിടം തകരുന്ന ശബ്ദം കേട്ട് ഓടിമാറി. നിമിഷ നേരം കൊണ്ട് കെട്ടിടത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു. വലിയ രക്ഷപ്പെടലാണ്. ആ ദുരന്തം ഇപ്പോഴും നമ്മളെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേനും ഞാൻ ഓടിക്കോന്ന് പറയാം. ടീച്ചർമാർ എങ്ങോട്ടൊക്കെ പോയെന്നൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോൾ തന്നെ ആ വരാതിനടുത്ത് ചാടിപ്പോൾ ഞാൻ അവിടെ വീണു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം കുട്ടികളുടെ അധ്യയനം നടക്കുന്നത് തൊട്ടടുത്തുള്ള പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ്.
എന്നാൽ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി എത്തിയിരുന്നത് തകർന്നു വീണ പഴയ കെട്ടിടത്തിലാണ്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയോ പുതുക്കി പണിയുകയോ ചെയ്യണമെന്ന് പലതവണ പഞ്ചായത്തിനോട് പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ടയിൽ കിണറ്റിൽ കാൽ വഴുതി വീണ ഗർഭിണിയായ യുവതിയെ രക്ഷപ്പെടുത്തി. പത്തനംതിട്ട കാരമേലി സ്വദേശി റൂബിയാണ് കിണറ്റിൽ വീണത്. 6 മാസം ഗർഭിണിയാണ് റൂബിയ. അപകടത്തിൽ യുവതിക്കും ഗർഭസ്ഥ ശിശുവിനും പരിക്കില്ല. പത്തനംതിട്ട ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വടകര ചോറോട് വാഹനാപകടത്തിൽ പ്രതി ഷൈജിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ ഫെബ്രുവരി 17 ചോറോട് മേൽപ്പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 9-കാരി ദൃഷാന അബോധാവസ്ഥയിലാണ്. കുട്ടിയുടെ അമ്മുമ്മ അപകടത്തിൽ മരിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് അപകടമുണ്ടാക്കിയ വാഹനം തിരിച്ചറിഞ്ഞത്. മലപ്പുറം കോട്ടയ്ക്കലിൽ BMW കാർ ഉടമയുടെ പിതാവ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന് നഗരസഭയുടെ പരിശോധനാ റിപ്പോർട്ട്. 2500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട്ടിൽ 2 AC ഉണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തി. 7ാം വാർഡിൽ മാത്രം ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നത് 27 പേരാണ്. ഡോക്ടറുടെ മാതാവും പിതാവും പെൻഷൻ വാങ്ങുന്നു. PF പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റ് അഴിമതി കേസിൽ വിജിലൻസിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ CV പത്മരാജന്റെ ഹർജിയിലാണ് നോട്ടീസ്. വിചാരണ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് CV പത്മരാജന് ഹൈക്കോടതി ഇളവ് നൽകി. 4 ഡീസൽ ജനറേറ്ററുകൾ വാങ്ങാനുള്ള കരാർ വഴി ഖജനാവിന് 5.5 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് കേസ്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് ശുചീകരണം വിലയിരുത്തി മന്ത്രി MB രാജേഷ്. മലിനജല പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. കൂടുതൽ ഫലപ്രദമായ നടപടികൾ റെയിൽവേയുടെയും KSRTCയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളിയായ ജോയി ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ചിരുന്നു. തുടർന്നാണ് വിവിധ വകുപ്പുകൾ ചേർന്ന് തോട് നവീകരിക്കാൻ തീരുമാനിച്ചത്. പാലക്കാട് തൃത്താലയിൽ ഫുട്ബോൾ ടൂർണമെന്റിനെത്തിയ മന്ത്രി MB രാജേഷിനോട് ഗാലറി ആവശ്യപ്പെട്ടത് മറ്റൊരു കാര്യം. മണ്ഡലത്തിലെ റോഡ് ശരിയാക്കി നൽകൂ എന്നായിരുന്നു കാണികളുടെ ആവശ്യം. എന്നാൽ മന്ത്രി പ്രതികരണം ഒരു ചെരിയിൽ ഒതുക്കി. ക്രിസ്മസ് പുതുവത്സര അവധി കണക്കിലെടുത്ത് അധിക സർവീസ് നടത്താൻ KSRTC. കേരളത്തിൽ നിന്നും ബംഗളൂരു, ചെന്നൈ, മൈസൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് 38 ബസ്സുകൾ കൂടി സർവീസ് നടത്തും. സംസ്ഥാനത്ത് യാത്ര സുഗമമാക്കാൻ തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ റൂട്ടിലും അധിക സർവീസുകൾ ഒരുക്കും. 24 ബസ്സുകൾ കൂടി സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചു. ഇതുകൂടാതെ കൊട്ടാരക്കര, കോഴിക്കോട്, അടൂർ, കോഴിക്കോട്, കുമളി, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ, എറണാകുളം, കോഴിക്കോട് എന്നിങ്ങനെ അഡീഷണൽ സർവീസുകളും ഉണ്ടായിരിക്കും. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. രാത്രി 8 മണിവരെ 80,411 ഭക്തർ മല കയറി. രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നലെ 82,264 ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ശബരിമലയിൽ അയ്യപ്പ ഭക്തൻ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണൂർ സ്വദേശി സിജിൻ M ആണ് മരിച്ചത്. സന്നിധാനത്തേക്ക് പോകുന്ന വഴി മരക്കൂട്ടത്തിനടുത്ത് വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് R. അശ്വിന്റെ വിരമിക്കലിൽ പ്രതികരിച്ച്
പിതാവ് രവിചന്ദ്രൻ. മകൻ അപമാനിക്കപ്പെട്ടെന്നും നിരന്തരമായി അപമാനിക്കപ്പെട്ടതാണ് പെട്ടെന്നുള്ള വിരമിക്കലിന് കാരണമായതെന്നും പിതാവ് പറഞ്ഞു. അവസാന നിമിഷത്തിലാണ് വിരമിക്കലിനെക്കുറിച്ച് തങ്ങൾ അറിഞ്ഞതെന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞ രവിചന്ദ്രൻ അശ്വിന്റെ വിരമിക്കലിൽ കടുത്ത അതൃപ്തിയും അറിയിച്ചു. രവിചന്ദ്രന്റെ പ്രതികരണം വലിയ ചർച്ചയായപ്പോൾ വിശദീകരണവുമായി അശ്വിൻ രംഗത്ത് വന്നു. മാധ്യമങ്ങളോട് സംസാരിച്ച് പരിചയമുള്ള ആളല്ല തന്റെ പിതാവെന്നും അദ്ദേഹത്തെ വെറുതെ വിടണമെന്നും അശ്വിൻ എക്സിൽ കുറിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5840 രൂപ, പവന് 46,720 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഒരാഴ്ച നീണ്ടുനിന്ന IFFKയ്ക്ക് നാളെ തിരശ്ശീല വീഴും. സിനിമാ കാഴ്ചകൾ മാത്രമല്ല IFFK വേദികൾ, സൗഹൃദത്തിന്റെയും ആഘോഷത്തിന്റെയും വേദി കൂടിയാണ് ഇത്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയിൽ നിന്നും ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കെട്ടടങ്ങാത്ത ആഘോഷങ്ങളും ആവേശവുമാണ് IFFK വേദി. അത് രാത്രിയായാലും പകലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് IFFKന്റെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിലാണ്. ഇവിടുത്തെ രാത്രികാല വിശേഷങ്ങൾ കാണാം. ഓണാണ് എപ്പോഴും IFFKയിൽ നമ്മൾ ഏത് വർഷം വന്നു കഴിഞ്ഞാലും എപ്പോഴും എങ്ങനെയാണ് ഈ ഒരു രാത്രി ഒരു സമയമാകുമ്പോഴേക്കും എല്ലാവരും സിനിമയൊക്കെ കണ്ട് കുറച്ചുപേര് ബാക്കിയുള്ള സിനിമയ്ക്കൊക്കെ കയറും. പക്ഷേ എന്നാലും ബാക്കിയുള്ള എല്ലാവരുടെ ഒരു കൂട്ടായ്മ ഒക്കെ കണ്ടില്ല. ഇപ്പോൾ അവിടെ പാട്ട്, ഡാൻസ് എല്ലാ കാര്യങ്ങളും നടക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇന്ന് കണ്ട സിനിമയെക്കുറിച്ച് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് IFFKന്റെ ഒരു പ്രധാന ആകർഷണം. എപ്പോഴും IFFK വേദികൾ സൗഹൃദത്തിന്റെ കൂടി വേദികളാണ്. ഇവരൊക്കെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയ ആൾക്കാരാണ്. ഇവിടെ നിന്നാണ് ഈ സൗഹൃദം തിങ്ങുന്നത്. അതെ, പേരെന്തായിരുന്നു? പക്ഷെ കൊടുക്കുന്ന സൗഹൃദമാണ്. കിഡ്നി വെച്ചാലും കൊടുക്കും. അപ്പൊ അതാണ് IFFK വേദികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപാട് കളേഴ്സും ലൈറ്റ്സും ഒക്കെയുള്ള എപ്പോഴും ഓണായിട്ടുള്ള സൗഹൃദത്തിന്റെ ഒക്കെ ഒരു വേദി തന്നെയാണ്. രാത്രിയായാലും പകലായാലും അതിങ്ങനെ ഓണായി തന്നെ നിൽക്കും. അപ്പോൾ അതാണ് IFFK രാത്രികാല കാഴ്ചകൾ. ഐഷത്തുൽ ഷംന, ന്യൂസ് 18.